ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ഞായറാഴ്ചയും കൂടെ ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി തന്നു. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സന്നി നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ ആയിരിക്കുന്നിടത്ത് ഇന്ന് പകൽ നമ്മൾ കർത്താവിനെ ശക്തിയോടെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ബലവും സൗഖ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 84-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവിക ബലവും ദൈവിക ശക്തിയും ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ പകരപ്പെടും. ആ കർത്താവിൻ്റെ ശക്തിയോടെ ആരാധിക്കുന്ന മുമ്പായി ഒരു നിമിഷം നമുക്കെല്ലാവർക്കുമായിരിക്കുന്നിടങ്ങളിൽ കണ്ണുകളെ അടച്ച് ദൈവത്തെ പ്രാർത്ഥനയോടെ ദിവസനിലായിരിക്കാം. പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ സോജൻ ബ്രദർ മുന്നോട്ട് കടന്നു പോകുന്ന നമ്മൾ പ്രാർത്ഥനയെ സഹായിക്കും. അതിനുവേണ്ടി സോജൻ ബ്രദറിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കരുണാമയനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, ദൈവമേ, ഒരു വിശുദ്ധ പകൽക്കാലം കൂടി ദൈവമേ അവിടുത്തെ തിരുസന്നിധിയിൽ ഓൺലൈനിൽ ഒരുമിച്ച് വരുവാൻ അവിടെ ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഇത് സകല കാര്യങ്ങളെയും ദൈവമേ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാം ദൈവമേ കർത്താവേ അവിടുന്ന് നല്ലപടിയായി അവിടുന്ന് നടത്തുവാൻ അവിടുന്ന് കാരുണ്യവാനാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവമേ കർത്താവെ, ആരാധനകൾ ഏറ്റവും മനോഹരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, ഏവർക്കും അതൊരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കേൾക്കുന്ന സന്ദേശങ്ങളെല്ലാം ദൈവമേ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ വലിയ വിടുതലായി മാറത്തക്ക നിലവാരത്തിൽ അവിടുന്ന് ദൈവമേ ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെയും ഞങ്ങളോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഒരു കർത്തൃ പകൽക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. ഈ ഭൂമിയുടെ വരപ്പിൽ ദൈവം നമുക്ക് തന്ന ആയുസ്സും ദൈവം നമുക്ക് തന്ന ആരോഗ്യവും കർത്താവ് നൽകിയ എല്ലാ ദാനവും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ആയിത്തീരുവാൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ വീണ്ടും ഒരു പകൽ കൂടി ആരാധിപ്പാൻ വലിയവനായ ദൈവം നമുക്ക് ചെയ്ത വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ചേർന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മെ അൻപോട് സ്നേഹിക്കുന്ന പ്രാണന് തുല്യം നമ്മെ സ്നേഹിച്ച് സ്വന്തം രക്തം നമുക്ക് മറുവിലയായി തന്ന ആ കർത്താവിനെ ആമേൻ നമ്മുടെ നിറമഞ്ഞ മനസ്സോടെ കണ്ണുകളെ അടച്ച് അല്പസമയം ധ്യാനത്തോടെ നമ്മുടെ കർത്താവിനെ ചേർന്ന് നമുക്ക് ആരാധിക്കാം. തൂയരേ തൂയ ആവിയേ, തൂയരേ തൂയ ആവിയേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, വറ്റാത്ത ഉറവയേ, തേനിലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീടന്നതാമെന്നേ ആ പൊൻകരം നീട്ടി പീഡിച്ചു എന്നെ അൻപോട്, എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കീടന്നതാമെന്നേ ആ പൊൻകരം നീട്ടി പീഡിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ
എന്നിൽ കണ്ടുവോ. ഇത്രമേ സ്നേഹിച്ചിടാൻ, ഇത്രമേ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ. യേശുപ്പാ, ഇത്രമേ പാലിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ. തൂയരേ തൂയ ആവിയേ, തൂയരേ തൂയ ആവിയേ, വറ്റാത്ത ഉറവയും തേനീലും മധുരമേ, വറ്റാത്ത ഉറവയും തേനീലും മധുരമേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. യേശുവേ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. ഞാനൊരുവാകും മുമ്പേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ, എല്ലാവരും ചേർന്ന് യേശുവേ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും, മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറിയ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും, മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. യേശുവേ മാറാത്ത മിത്രമേ, ഓ യേശുവേ ഉയിരിന്റെ ഉയിരാണ്. ശക്തിയോടെ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിർ. ഒരിക്കൽ കൂടി യേശുവേ ചേർന്നോ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണ്. പറ്റാരേക്കാൾ മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും, ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും, എൻ കണ്ടാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിടും.
പച്ചാരേക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിടും യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണ് ശക്തിയോടെ യേശുവേ മാറാത്ത യേശുവേ ഉയിരിന്റെ ഉയിരാണ് യേശുവേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണ് തൂയരേ തൂയ ആവിയേ തൂയരേ തൂയ ആവിയേ വറ്റാത്ത ഉറവയേ തേനീലും മധുരമേ വറ്റാത്ത ഉറവയേ തേനീലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചുറ്റിൽ കിടന്നതാമെന്നേ അപ്പൊൻകാരം നീട്ടി പീഡിച്ചു എന്നെ അൻപോട് സ്നേഹിപ്പാ എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാമെന്നേ അപ്പൊൻകാരം നീട്ടി പീഡിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ പാടിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ എല്ലാവരും ചേർന്ന് പറയാമോ ഇത്രമേൽ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവോ ഇത്രമേൽ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണ് ശബ്ദമുയർത്തി പറ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണ് യേശുവേ മാറാത്ത മിത്രമേ ഉയിരിന്റെ ഉയിരാണ് തൂയരേ തൂയരേ തൂയ ആവിയേ തൂയരേ തൂയ ആവിയേ വറ്റാത്ത ഉറവയേ
തേനിലും മധുരമേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചിത്തിൽ കിടന്നതാമെന്നെ അപ്പൊങ്കാരം നീട്ടി പീഡിച്ചു. Thank you Lord Jesus. Thank you Lord. Thank you Lord. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഇത്രമാത്രം അൻപോട് സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുണയ്ക്കായി, അങ്ങയുടെ വിശ്വസ്തതക്കായി നന്ദി കർത്താവേ, നന്ദി. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനവൻ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനവൻ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോടെ, സേവിച്ചിടാം യേശുവിനെ ഇന്നും നിന്നും ആരാധ്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോടെ, സേവിച്ചിടാം യേശുവിനെ ഇന്നും നിന്നും ആരാധ്യനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കിപ്പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കിപ്പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തു
ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ഉയർത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനേ ഉയർത്തിടാം ഉയർത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനേ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ആരാധിക്കാം ചേർന്ന് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ വിശ്വസിക്കാം വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ സ്നേഹിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ സ്നേഹിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ചേർന്ന് ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശുവിനെ
യേശുവിനെ ക്രൂശിലെ ജയാലി സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനേ സ്തുതിച്ചിടാം യേശുവിനെ ക്രൂശിലെ ജയാലി സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനേ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുള്ളവരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുള്ളവരെ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് എല്ലാമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പാനായിരം നാവുകൾ പോരാ എല്ലാമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പാനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ആമേൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് എല്ലാമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പാനായിരം നാവുകൾ പോരാ എല്ലാമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പാനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും Por
Baba
sikala. Holy, hallelujah, 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 hallelujah. Horia dalla rava santa ne dinigeda gadura. Oh, thank you, Jesus. നന്ദി കർത്താവേ, നന്ദി നന്ദി യേശുവേ, നന്ദി നന്ദി. Thank you, Jesus. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ, നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സുസ്ഥ്യൻ തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനേ, സുസ്ഥ്യൻ തന്നാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൽ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ, നീ എൻ ദൈവം. യേശുനാഥാ, നീ എൻ ആശ്രയം. യേശുനാഥാ,
യേശുനാഥ യേശുനാഥ നീ എൻ ആശ്രയം എൻ ശൈലം യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്റെ യേശുപരാ കർത്തനു തുല്യമായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്റെ യേശുപരാ കർത്തനു തുല്യമായി ആരുമില്ല. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിൽ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ. എല്ലാവരും ചേർന്ന് യേശുനാഥ യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. അതെ കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാണ്. നീ ഞങ്ങളുടെ ആശ്രയമാണ്. നീ ഞങ്ങളുടെ ശൈലമാണ്. നീ ഞങ്ങളുടെ കോട്ടയാണ്. കഷ്ടത്തിൽ ഞങ്ങൾക്ക് മറയുവാൻ ഒരു ശൈലമായി, ദുഃഖത്തിൽ അങ്ങ് ഞങ്ങൾക്കൊരു ആശ്രയമായി, വേദനയിൽ അങ്ങ് ഞങ്ങൾക്ക് എന്നും അടുത്തിരിക്കുന്ന ദൈവമായി കൂടെ ഉള്ളതുകൊണ്ട് അപ്പാ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയട്ടെ. ഇത്രത്തോളം സൗഖ്യവും ആയുസ്സും ആരോഗ്യവും പറഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ പറഞ്ഞു തീരാത്ത സകല ദാനവും ഞങ്ങൾക്ക് നൽകി തന്ന ഞങ്ങളുടെ കർത്താവിന് സകല മഹത്വവും സകല പുകഴ്ചയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗം നമുക്ക് വായിച്ച് വീണ്ടും നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ സങ്കീർത്തനം ഇവിടെ വായിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വേണം ആ സങ്കീർത്തന ഭാഗം വായിച്ച് തീർക്കാൻ. നാം വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും സോഫ സെറ്റിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ചാരുകസേരയിൽ ചാരി കിടന്നുകൊണ്ടോ
ഈ ആരാധന നിങ്ങൾ അലക്ഷ്യമായി കൂടരുത്. സഭായോഗം ആലയത്തിൽ എങ്ങനെ നിങ്ങൾ കൂടുന്നോ അതേ ദൈവഭയത്തിൽ നിങ്ങൾ നിവർത്തിക്കണം. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ മുന്നോട്ട് വന്ന് സങ്കീർത്തനം വായിക്കും. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ സങ്കീർത്തനം വായിക്കും. സോജൻ ബ്രദർ മുന്നോട്ട് വന്ന് ഇപ്പോൾ സങ്കീർത്തനം വായിക്കും. മുപ്പത്തിനാലാം സങ്കീർത്തനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് വിച്ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനെ ആരാധിപ്പാൻ, വചനം ധ്യാനിപ്പാൻ ഒക്കെ ദൈവം നമുക്ക് ഭാഗ്യം ചെയ്തു. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി, മാസങ്ങളായി നമ്മൾക്കൊരുമിച്ച് ദൈവം നമുക്ക് തന്നിട്ടുള്ള സഭാ ഹാളിലകത്ത് വന്ന് ഒരുമിച്ച് ആരാധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. എന്നാൽ ഈ മാസം 8-ാം തീയതി കഴിയുമ്പോഴേക്ക് നമ്മുടെ ലോക്ക്ഡൗൺ അതിൻ്റെ ഒരു അയവ് വരുത്തി ആരാധനാലയങ്ങൾക്കൊക്കെ ഒരിളവ് വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ അറിഞ്ഞിട്ടില്ല. എങ്ങനെയായിരിക്കും എന്നും എപ്രകാരമായിരിക്കുമെന്നും നമുക്ക് ഇതുവരെ അറിവുണ്ടായിട്ടില്ല. താമസിയാതെ നമ്മുടെ ആരാധന ക്രമീകരണങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ വാട്സാപ്പുകളിൽ വരും. നിങ്ങളത് കാത്തിരിക്കണം, ശ്രദ്ധിക്കണം. തുടർന്ന് ആരാധനയുടെ ക്രമീകരണങ്ങൾ ചർച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ സെല്ലടിസ്ഥാനത്തിലൊക്കെ അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദവാക്യം നമുക്ക് വായിച്ച് ഒരു കൊച്ചു മെസ്സേജ് പറഞ്ഞ് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കർത്താവിൻ്റെ ദാസനായ, ദൈവത്താൽ ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തനായ ദൈവദാസനാണ് ദാവീദ് എന്ന് പറയുന്നത്.
ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവും ഇശായിയുടെ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനും, ദൈവവചനപ്രകാരം പവിഴ നിറമുള്ളവനും കോമളരൂപിയും ഇസ്രയേലിൻ്റെ മധുരഗായകനും പ്രവാചകനും ഒക്കെയായി അറിയപ്പെട്ട ദൈവം കൊടുത്ത അഭിഷിക്ത ശുശ്രൂഷ ചെയ്ത ദാവീദിനെ ജനിച്ചനുഗ്രഹിക്കപ്പെട്ട മകനാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. നമുക്കറിയാം, ദാവീദിന് ശേഷം ശലോമോനാണ് രാജഭരണം ഏറ്റെടുക്കുന്നത്. എന്നാൽ അപ്പൻ്റെ പോലെയുള്ള സാമർഥ്യമോ യുദ്ധം ചെയ്യാനുള്ള കഴിവോ മികവ് ഒന്നും ശലോമോനില്ലായിരുന്നു. എങ്കിലും ശലോമോന് തൻ്റെ അപ്പൻ സേവിച്ച ദൈവത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. ദാവീദും ദൈവവും തമ്മിലുള്ള ബന്ധം മറ്റാരേക്കാൾ അധികം മനസ്സിലാക്കിയത് ശലോമോൻ തന്നെയാണ്. ഈ ശലോമോൻ രാജഭരണം ഏറ്റെടുക്കുന്ന ആ സാഹചര്യത്തിൽ തനിക്ക് തൻ്റെ കഴിവും തൻ്റെ കഴിവിലുള്ള പരിമിതികളും മനസ്സിലാക്കിയ ശലോമോൻ അപ്പൻ നിന്ന അതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് രാജഭരണം നടത്തുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. കാരണം ദാവീദിനു മുൻപ് രാജ്യം ഭരിച്ച ഏറ്റവും തോൾപൊക്കമുള്ള ഒരു മനുഷ്യനുണ്ട്. അത് ശൗലാണ്, കീശിന്റെ മകനായ ശൗല്. ശൗലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഇസ്രയേൽ മക്കളിൽ വെച്ച് ഏറ്റവും തോൾപൊക്കമുള്ളവൻ. എന്ന് വെച്ചാൽ ഇസ്രയേൽ ജനസംഖ്യ മുഴുവൻ ഒരുമിച്ച് നിർത്തിയാൽ അവരെക്കാൾ അല്പം തലപ്പൊക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു ബെന്യാമിൻ ഗോത്രത്തിൽ കീശിന്റെ മകനായ ശൗല്. എന്നാൽ ദാവീദിന് ശൗലിന്റെ അത്ര പൊക്കമോ വണ്ണമോ ഒന്നുമില്ല എങ്കിലും തനിക്കൊരു ദൈവം ഉണ്ടായിരുന്നു. തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ദാവീദിനുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ദാവീദിന്റെ പ്രാർത്ഥന ശക്തമായിരുന്നു. ഒരുപക്ഷെ ഈ ലോക്ക്ഡൗണിലൊക്കെ നമ്മൾ വീടുകളിൽ ഇരുന്ന് ആരാധിച്ചു, എന്നാൽ ദാവീദ് വനാന്തരത്തിൽ ഇരുന്ന് ആരാധിച്ചവനാണ്. ഒറ്റയ്ക്കാരാധിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു ദൈവ മനുഷ്യനാണ് ദൈവദാസനായ ദാവീദ്. അപ്പൊ അപ്പൻ ദൈവത്തെ കൂട്ടുപിടിച്ച് ഒരു രാജ്യഭരണമൊക്കെ ചെയ്തത് കണ്ട് വളർന്ന ശലോമോൻ ആ സ്ഥാനത്ത് വന്നപ്പോൾ തനിക്ക് മനസ്സിലായി, ഒരിക്കൽ ദാവീദിന്റെ ഗ്രഹം മേൽക്കമേൽ ബലപ്പെട്ടു വരികയും ശൗലിന്റെ ഗ്രഹം ആമേൻ ക്ഷയിച്ചു വരുന്നത് കണ്ടും ഒരു മനുഷ്യനാണ് ശലോമോൻ. ഈ ശലോമോന് മനസ്സിലായി, എൻ്റെ ഈ കഴിവ് കൊണ്ടൊന്നും എനിക്ക് ഈ രാജ്യം ഭരിക്കാൻ കഴിയത്തില്ല. അപ്പന് കൊടുത്ത ജ്ഞാനം കിട്ടിയെങ്കിലേ പറ്റൂ. അത് കിട്ടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അപ്പനെ പുൽപ്പുറത്ത് നിന്ന് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന ദൈവം മുമ്പാകെ മുട്ടുകുത്തുക. ശരിക്കും മനസ്സിലാക്കി വനാന്തരത്തിൽ കിടന്ന ഈ മനുഷ്യൻ എങ്ങനെ രാജ്യങ്ങൾ അറിയപ്പെടുന്ന രാജാവായി മാറി എന്നതിൻ്റെ ആഴമായ സത്യം മനസ്സിലാക്കിയ ശലോമോൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, കടൽ പുറത്തെ മണൽത്തരി പോലെ കിടക്കുന്ന ഈ മഹാജനത്തെ നടത്താൻ എനിക്ക് കഴിവില്ല. ഈ ജനത്തെ നടത്തുവാൻ വേണ്ട ജ്ഞാനവും എനിക്കില്ല. കർത്താവേ, എനിക്കത് തരണം. ഒരു എളിയ പ്രാർത്ഥന.
ഒരുപക്ഷെ യബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ ആയിരിക്കാം ഒരൊറ്റ പ്രാർത്ഥന, ചെറിയൊരു പ്രാർത്ഥന. ഈ ജനത്തെ നടത്താൻ എനിക്ക് കൃപ തരണം. ചോദിച്ചത് ജ്ഞാനമാണ്, കൊടുത്തതോ ഭൂമിയിൽ ആർക്കുമില്ലാത്തതുപോലെ ജ്ഞാനവും സമ്പത്തും ഐശ്വര്യവും കൊണ്ട് സോളമൻ രാജാവിൻ്റെ ജീവിതത്തെ ദൈവം ധന്യമാക്കി മാറ്റി. ഭൂമിയുടെ അറുതികളിൽ നിന്ന് ആളുകൾ യെരുശലേമിലെ കൊട്ടാരത്തിലേക്ക് ഒഴുകി വന്നു ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ. വേദപുസ്തകത്തിനകത്ത് ഉത്തമഗീതങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി എന്ന് പറയുന്ന 3 പുസ്തകങ്ങൾ ആ മനുഷ്യൻ രചിക്കാനിടയായി. പണ്ടൊരിക്കൽ ഒരു അഭിഷിക്തനായ ദൈവദാസൻ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും നീ സദൃശവാക്യം വായിക്കണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞു, അതിനകത്തടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും വായിച്ചാൽ നമുക്ക് ജ്ഞാനമുണ്ടാകും. അപ്പോൾ ദൈവത്തോട് ജ്ഞാനം അപേക്ഷിച്ച് ശലോമോന് ലഭിച്ച ജ്ഞാനമെന്ന് പറയുന്നത് ഒരു മാനുഷിക ചിന്താഗതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജ്ഞാനമാണ്. അതെല്ലാം വിടട്ടെ. എന്നാൽ ഈ മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് താൻ കണ്ടുപിടിച്ചത് നാം കാണുന്നതൊന്നുമല്ല ശലോമോൻ കണ്ടത്. നിങ്ങൾ വിചാരിക്കും എന്താ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ കണ്ണിൽ പെടുന്ന ഭീമാകാരമായ കാര്യങ്ങളൊന്നുമല്ല ശലോമോന്റെ കണ്ണിൽ ബുദ്ധി പഠിക്കാൻ ശലോമോൻ കണ്ടത്. നാം വില കൽപ്പിക്കാത്ത, നാം ഒരിക്കലും നമ്മുടെ കണ്ണിൽ പോലും ശ്രദ്ധിക്കാത്ത പലതിനെയും മനുഷ്യന്റെ ജീവിതവുമായി തുലനം ചെയ്ത് മനുഷ്യ ജീവിതത്തോട് ഏകീഭവിപ്പിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ശലോമോൻ തന്നത് നാം കണ്ടിട്ടില്ലാത്ത, നാം വില കൽപ്പിക്കാത്ത ചില കൊച്ചു കൊച്ചു ജീവികളെ എടുത്താണ് ഈ ശലോമോൻ നമുക്ക് ചില മുന്നറിയിപ്പുകൾ ആ മനുഷ്യൻ തന്നത്. ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അതിനാധാരമായി ഒരു വേദവാക്യം നമുക്ക് വായിക്കണം. സദൃശവാക്യം 30-ാം അധ്യായം അതിന്റെ 24 മുതൽ 27, 28 വാക്യങ്ങൾ വായിക്കണം. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടുക്കിളി രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 4 കാര്യങ്ങളാണ് ശലോമോൻ ഇവിടെ എടുത്തു പറയുന്ന 4 കാര്യങ്ങൾ. ഒന്ന് ഉറുമ്പിനെ കുറിച്ചും, മറ്റൊന്ന് കുഴിമുയലിനെ കുറിച്ചും, മറ്റൊന്ന് വെട്ടുകിളിയെ കുറിച്ചും, മറ്റൊന്ന് പല്ലിയെ കുറിച്ചും. 4 വ്യത്യസ്തമായ ജീവികളെയാണ് ശലോമോൻ എടുത്ത് പറഞ്ഞത്. ബയോളജി പഠിക്കുന്നവർ പറയും ഏറ്റവും വലുത് ആനയാണ്. വേണമെങ്കിൽ ആ ആനയുടെ എല്ലിന്റെ വലിപ്പം, സിംഹത്തിന്റെ മാംസപേശിയുടെ ബലം, കഴുകന്റെ ചിറകടിയിൽ വ്യാപരിക്കുന്ന ആർജവത്തിന്റെ ശക്തി, ഇതൊക്കെ എടുത്തിട്ട് പറയും ആന, കഴുകൻ, ഇതൊക്കെ ആയിരിക്കും സിംഹം, ഇതൊക്കെയാണ് വലിയത്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ റിസർച്ച് ഒക്കെ നടത്തും. പക്ഷേ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു 4 ജീവികൾ. ആ 4 ജീവികളിൽ ഒന്നാമത് താൻ പറയുകയാണ് ഉറുമ്പ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നാം നടന്നു പോകുന്ന നമ്മുടെ കാലിനടിയിൽ എത്രയോ തവണകൾ, എത്രയോ പ്രാവശ്യം
നൂറുകണക്കിന് ഉറുമ്പുകൾ അരഞ്ഞ് അമർന്ന് മാറിപ്പോയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും അതിൽ ഒരു ഉറുമ്പിനെ നോക്കിയെങ്കിലും അവന് എന്തെങ്കിലും പഠിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാറേയില്ല. പക്ഷേ കൊട്ടാരത്തിലെ രാജഭരണം നടത്തുമ്പോഴും കൊട്ടാരത്തിന്റെ നിലത്തുകൂടി ഉഴമ ഇഴഞ്ഞുപോയ ഉറുമ്പിനെ നോക്കിയിട്ട് ശലോമോൻ പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ ഉറുമ്പിനെ ഒന്ന് നോക്കിക്കേ. എന്താണ് ഈ ഉറുമ്പിനെ കുറിച്ച് പഠിക്കാനുള്ള ഒന്നാമത്തെ മാർഗം? വരാം. അതേ സദൃശവാക്യം തന്നെ 6-ാം അധ്യായത്തിന്റെ 7-8 വാക്യം ഒന്ന് വായിക്കണം. 7-8 വാക്യം. അതിന് നായകനും മേൽ വിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു. അതാണ് ഉറുമ്പിന്റെ ഒന്നാമത്തെ. ഉറുമ്പ് ബലഹീന ജാതിയാണ്. നമ്മൾ വായിച്ചു 4 അവസ്ഥകൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഉറുമ്പിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാമോ? അതിന് നായകനും മേൽ വിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും. 1, അതിന് നായകനില്ല. 2, അതിന് മേൽവിചാരകനില്ല. 3, അധിപതിയില്ല. നായകനില്ല, മേൽവിചാരകനില്ല, അധിപതിയില്ല. ആർക്ക്? ഉറുമ്പിന്. അപ്പൊ ഈ 4 ജീവികളെ കൊണ്ട് മനുഷ്യന്റെ 4 അവസ്ഥകളെ എടുത്തു കാണിക്കുകയാണ് തിരുവചനത്തിലൂടെ. അപ്പൊ ഉറുമ്പ് ബലഹീന ജാതിയാണ്. അതിന് അധിപതിയില്ല, നായകനില്ല, അതിന് നേതൃത്വം നിരയിൽ കൊണ്ടുവരാൻ നടത്താൻ ഒരാളില്ല. എങ്കിലും അടുത്തത് വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു. അത് പറയുന്നു, വേനൽക്കാലത്ത് ഈ ബലഹീന ജാതിയായ ഉറുമ്പ് ആഹാരം കരുതി വെക്കുന്നു. നിങ്ങൾ നോക്ക്, ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കിയാൽ പോലും ഒരു പക്ഷേ ഒരു ഉറുമ്പ് നിറച്ചു പോകുന്നത് നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയത്തില്ല. ആ ഉറുമ്പിനെ നോക്കുന്ന മനുഷ്യൻ 6 അടി ഹൈറ്റും 60, 75, 80 കിലോ തൂക്കമുള്ള മനുഷ്യൻ ആ ഉറുമ്പിനെയും മനുഷ്യനെയും തമ്മിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ആ നൊരച്ചു പോകുന്ന ഉറുമ്പിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ വേനൽക്കാലത്ത് തന്റെ ആഹാരം സമ്പാദിച്ചു വെക്കും. വേനൽക്കാലത്ത് തന്റെ ആഹാരം അത് സമ്പാദിച്ചൊരുക്കി വെക്കും. മനുഷ്യന്റെ ജീവിതം ഇതുമായിട്ട് വളരെ താരതമ്യമില്ലേ? ചിലരുടെയൊക്കെ ജീവിതം കണ്ടാൽ ആയുസ് മുഴുവൻ ഇവിടെ തന്നെ ജീവിക്കും എന്ന രീതിയിലാണ് ജീവിക്കുന്നത്. പലരും ജീവിത ശൈലി കാണുമ്പോൾ ഇന്നുള്ളതുപോലെ തന്നെ എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ടാകും എന്നുള്ള ചിന്തയാണ്. പലരും ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവദാസനെ, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇങ്ങനെ ഒരു കാലം വരുമെന്ന്? പുറത്തു പോലും ഇറങ്ങാൻ കഴിയാതെ 3 മാസം 4 മാസമൊക്കെ വീടടച്ചു, വാതിലടച്ചു, വീട്ടിനകത്ത് ഇരിക്കുക, പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാത്ത അനുഭവം, ഇതൊക്കെ ഇതൊരിക്കലും നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് നമുക്ക് ആഹാരം കരുതി വെക്കാൻ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കരുതാറില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കില്ല. ഉപവസിക്കാൻ നമുക്കൊരു അവസരം ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത് ചെയ്യില്ല. നമ്മൾ വിചാരിക്കുന്നത് എല്ലാ കാലവും ഒരേ അനുഭവത്തിലൂടെ ഇങ്ങനെ പോകും, അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ അവസാനം വരെ എനിക്ക് ജീവിക്കാൻ കഴിയും എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നതെങ്കിൽ, മനുഷ്യ, നിങ്ങൾക്ക് തെറ്റുപറ്റി. ദൈവമക്കളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി. മനുഷ്യന്റെ ജീവിതം എല്ലായ്പ്പോഴും ഒരു അനുഭവത്തിൽ പോകത്തില്ലെന്ന് കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നു, കാലാവസ്ഥകൾ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ രോഗത്തിന്റെ വൈറസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന് എന്നും എക്കാലവും ഒരുപോലെ പോകാൻ കഴിയത്തില്ല
കഴിവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ശലോമോൻ തന്നെ പറയുന്ന ഒരു വേദവാക്യമുണ്ട്: കരയാൻ ഒരു കാലമുണ്ട്, ചിരിക്കാൻ ഒരു കാലമുണ്ട്, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലമുണ്ട്, കല്ല് പെറുക്കി കളയാൻ ഒരു കാലമുണ്ട്. ദൈവ പൈതലേ, ഇന്ന് നിനക്ക് ജോലി എടുക്കാൻ ഒരു കാലം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ജോലി എടുക്കാത്ത ഒരു കാലം നിന്റെ ജീവിതത്തിൽ വരും. അന്ന് ആ ഉറുമ്പിനെ നോക്കി നീ ബുദ്ധി പഠിക്കണം. ബൈബിൾ എന്നാ പറയുന്നത്? ഉറുമ്പ് ബലഹീന ജാതി, പക്ഷേ അതിന്റെ വേനൽക്കാലത്ത് അതിന്റെ ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? വേനൽക്കാലത്ത് അതിന് ജോലി ചെയ്യാനാവതുള്ളപ്പോൾ, സമ്പാദിക്കാനാവതുള്ളപ്പോൾ, കൂട്ടിവെക്കാനാവതുള്ളപ്പോൾ, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അതിനു വേണ്ടി മുൻകരുതൽ ചെയ്യുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ആയുസ് അവന് എന്ന് എപ്പോൾ എവിടെ വെച്ച് തീരും എന്ന് നിനക്കറിയാത്തത് കൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഒരൊറ്റ ദൂത് പറയാനുണ്ട്: ഏത് സമയത്തും മനുഷ്യന്റെ ആയുസ് നീർക്കുമിള പോലെ പൊട്ടി തകർന്ന് ഇല്ലാതെയാകുമെന്നുള്ളത് കൊണ്ട് ഒരു ദൈവ പൈതൽ സമയം പാഴാക്കരുത്, സമയം കളയരുത്. ആഹാരം സമ്പാദിച്ചു വെക്കുന്ന ഉറുമ്പിനെ പോലെ കരുതുന്നവനായി തീരട്ടെ ഒരു ദൈവ പൈതൽ. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അടുത്ത വാക്യം വായിക്കണം. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അല്ല, സദൃശവാക്യം 6:7-8 നമ്മൾ വായിച്ചത് വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിച്ചു വെക്കുന്നു. അടുത്തത് മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? നോക്കിക്കേ, തൊട്ടടുത്ത് ആമേൻ ബൈബിൾ പറയുന്നു: മടിയാ, നീ എത്ര നേരം കിടന്നുറങ്ങും? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? വേനൽക്കാലത്ത് ആഹാരം സമ്പാദിക്കുന്നു, കൊയ്ത്തുകാലത്ത് എത്ര ശേഖരിക്കാമോ അത്രയും ശേഖരിക്കുന്നു. ദൂത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമ്പാദിക്കാൻ കഴിയാവുന്ന അത്രയും സമ്പാദിച്ചു വെക്കുന്ന ഉറുമ്പിനെ നോക്കാൻ. അതിന്റെ അർത്ഥം വചനം ധ്യാനിക്കാൻ കിട്ടുന്ന സമയത്ത് നീ വചനം ധ്യാനിക്കണം. വചനം കേൾക്കാൻ സമയമുള്ളപ്പോൾ നീ വചനം കേൾക്കണം. ആമൻ. ദൈവവചനം പഠിക്കാൻ സമയം ലഭിക്കുമ്പോൾ നീ വചനം പഠിക്കണം. ഞാൻ ഈ സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴതില്ല, പണ്ടത്തെ നേഴ്സറി സ്കൂളിൽ അല്ലെങ്കിൽ LKG UKGയിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു കഥയുണ്ടായിരുന്നു. ആ കഥ ഇതാണ്: ഒരു ഉറുമ്പിൻ്റെയും ഒരു വിട്ടിലിൻ്റെയും കഥ എൻ്റെ ഓർമ്മയിലുണ്ട്. ആ കഥ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു വേനൽക്കാലത്ത് ആമേൻ വിട്ടിലുകളെല്ലാം കൂടി ഇങ്ങനെ കളിച്ച് രസിച്ച് തുള്ളിച്ചാടി സന്തോഷിച്ച് നൃത്തം ചെയ്യുമ്പോൾ ഈ കുഞ്ഞുറുമ്പുകൾ ഇങ്ങനെ നുരച്ചു വന്ന് അതിന് ലഭിക്കാവുന്ന പൊക്കിക്കൊണ്ടു പോകാവുന്ന അരിമണികൾ ചിലതിങ്ങനെ ചേർത്ത് കടിച്ചു പിടിച്ച് ഈ ഉറുമ്പിങ്ങനെ അതിൻ്റെ മാളത്തിലേക്ക് ഈ അരിമണികൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഓരോന്നായി കൊണ്ടുപോയി കൊണ്ടിരിക്കുമ്പോൾ ഈ വിട്ടിൽ വന്ന് അവൻ ഈ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന വിട്ടില് ഈ ഉറുമ്പിൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു കഥയാണ് ആ നേഴ്സറിയിലെ കഥ. ഉറുമ്പേ, നിനക്ക് നാണമില്ലേ? ഈ വേനൽക്കാലത്ത് ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെയൊക്കെ നൃത്തം ചെയ്ത് അടിച്ചു പൊളിക്കേണ്ട, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചു പൊളിക്കേണ്ട ഈ സമയത്ത് എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത്? ഞങ്ങളെ കാണ്, ഞങ്ങൾ നൃത്തം ചെയ്യുന്ന കണ്ടില്ലേ, ഞങ്ങൾ സന്തോഷിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉറുമ്പിനെ അവൻ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് കളിയാക്കുന്നു. പിന്നെ ആ കഥ വന്ന് തീരുന്നത് ആ വേനൽക്കാലമൊക്കെ കഴിഞ്ഞു, ഇടിയും വെട്ടി ഒരു ഭയങ്കര മഴക്കാലം ആരംഭിച്ചു. അവൻ ഉറുമ്പിന് പോയിട്ട് അവൻ ഒരു ജീവികൾക്കും വെളിയിലേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്തതുപോലെ കാലവർഷക്കെടുതി വന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ആഹാരം ഇല്ലാതെ പല ജീവികളും ചത്തു തുടങ്ങി. അവൻ ഒരു ദിവസം ഇതാ ഉറുമ്പിൻ്റെ മാളത്തിലേക്ക് ശോഷിച്ച 2 കരങ്ങൾ നീണ്ടുവരുന്നത് ഈ ഉറുമ്പ് കാണുകയാണ്. നോക്കിയപ്പോൾ മനസ്സിലായി, നാളുകൾക്ക് മുമ്പ് വേനൽക്കാലത്ത് ഞാൻ ആഹാരവും കൊണ്ട് നടന്നു വന്നപ്പോൾ എന്നെ നിന്ദിച്ച കളിയാക്കിയ വിട്ടിലിൻ്റെ കാലാണ് അവൻ ക്ഷീണിച്ച് ശോഷിച്ച് ആരോഗ്യമില്ലാതെ ആ 2 കൈകൾ അകത്തോട്ട് നീട്ടിക്കൊണ്ട് പറയുന്നു, അവൻ 2 അരിമ
ഉടമ്പടികൾ എനിക്കും തരണം. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മരിച്ചു പോകാതിരിക്കേണ്ടതിന് അതിനകത്തൊന്ന് ചിലത് എനിക്ക് തരണം. അപ്പോൾ ആ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഉറുമ്പ് പറയുന്നു, നിങ്ങൾ പോയി കളിച്ചുകൊള്ളുക, നൃത്തം ചെയ്യുക. നൃത്തം ചെയ്യാനുള്ള സമയം ഇതാകുന്നുവല്ലോ. ചിലര് പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും പറയുന്നു, ഹേ മനുഷ്യ, നാണമില്ല നിങ്ങൾക്ക്? നിങ്ങൾ ഈ പുസ്തകമൊക്കെ ചുമന്ന് എല്ലാ നേരവും പ്രാർത്ഥന എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പോകുകയല്ലേ? അവരാരെങ്കിലും വിചാരിച്ചോ ഒരു കോവിഡ് വരുന്നുണ്ടെന്ന്? അവരാരെങ്കിലും വിചാരിച്ചോ ഒരു വൈറസ് വരുന്നുണ്ടെന്ന്? മനസ്സിലായി കാണും ദൈവമക്കളെ. ദൈവം നമുക്ക് തരുന്ന ഈ സാഹചര്യത്തിൽ സൃഷ്ടാവാകുന്ന ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം നിനക്കുണ്ടാകട്ടെ. ആരും അലക്ഷ്യമാക്കരുത്, ആരും സമയം കളയരുത്. ഈ ദിവസങ്ങൾ ശ്രദ്ധയുള്ളവരായി തീരട്ടെ എന്ന് പരിശുദ്ധാത്മാവിൻ ദൂത് പറയുന്നു. ഇവിടെ എനിക്ക് ഓർപ്പിക്കാനുള്ള ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിലുണ്ട്. ചിലരുടെ ജീവിതവും ശൈലിയും ഒക്കെ കണ്ടാൽ മരണമില്ലാത്ത ചിരഞ്ജീവിയായ മനുഷ്യനാണോ ഇവനെന്ന് നമുക്ക് ചിന്തിച്ചു പോകും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലരുടെ ജീവിത ശൈലി, അവരുടെ ആഡംബരം, അവരുടെ പണത്തിൻ്റെതായ പ്രഹസനം, ഇതൊക്കെ കാണുമ്പോൾ ഇവൻ വാസ്തവത്തിൽ ഒരു ചിരഞ്ജീവിയാണോ, മരണമില്ലാത്തവനാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയാൻ ഒരു ദൂത് ഞാൻ പറയാം. ആരംഭം മുതൽ ഇന്ന് വരെ വേദപുസ്തകം പറയുന്ന മനുഷ്യന്റെ ആയുസ്സുണ്ടല്ലോ, അത് വളരെ തുലോമുള്ള കേട്ടോ, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരുതേണ്ട സമയത്ത് ദൈവത്തെ ആഴത്തിൽ കരുതുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. വേദപുസ്തകത്തിൽ ഒന്നാമത്തെ മനുഷ്യനായ ആദാമിന്റെ ആയുസ് അറിയണ്ടേ? വായിക്കാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വന്നാൽ മതി. വായിച്ചേ. ആദമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. ഒന്നാമത്തെ മനുഷ്യന്റെ ആയുസ് നിങ്ങൾക്കറിയണ്ടേ? 930 സംവത്സരം. 30 സംവത്സരം, 930 വർഷം ജീവിച്ചു. ശേത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അതിനേക്കാൾ അല്പം കൂടി മുന്നോട്ട് വന്നു. 1000 വയസ്സാരും തികഞ്ഞിട്ടില്ല. ഒന്നാമത്തെ മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറയുന്നേ. ഒന്നാമത്തെ മനുഷ്യൻ ജീവിച്ചു എവിടം വരെ? 1000 തികഞ്ഞില്ലെങ്കിലും 1000ന്റെ അടുത്ത് വരെ വന്നു. ഇതാണ്ട് നോക്കിക്കേ, സങ്കീർത്തനം 90. മോശയുടെ സഹോദരൻ അഹരോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശ എഴുതിയ ആ സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. 90-ാം സങ്കീർത്തനത്തിന്റെ 9-ഉം 10-ഉം വായിച്ചേ. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. അടുത്തത്, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഇവിടെ വന്ന് നോക്കിക്കേ, 930 വയസ്സെന്ന് പറയുന്ന മനുഷ്യന്റെ ആയുസിനെ ഇതായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു നെടുവീർപ്പ് മാത്രമായി അല്ലേ? ചായ രാവിലെ എഴുന്നേറ്റു, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു ചായ വേണം. വാതിക്കയിലെ കസേരയിലോട്ട് കാല് നീട്ടി 1 സെക്കൻഡ് ഇരുന്ന് മലയാള മനോരമ കയ്യിലോട്ടെടുത്ത് ഒന്ന് വിടർത്തിപ്പിടിച്ച് ഒരു ദീർഘശ്വാസം ഇട്ടു. ചായയും കൊണ്ട് വന്ന അമ്മാമ്മ കണ്ടത് അച്ചായൻ അനങ്ങാതിരിക്കുന്നതാ. ഒറ്റ നെടുവീർപ്പ്. ഉറുമ്പിന് നോക്കി ബുദ്ധിമുട്ടിക്ക്. അത് ബലഹീന ജാതിയ, പക്ഷെ ആഹാരം സമ്പാദിക്കുന്നു. മനുഷ്യ, നീയും ബലഹീനനാ. 930 വയസ്സ് താണ്ടിപ്പോ നോക്കിക്കേ, വെറും ഒരു നെടുവീർപ്പ് മാത്രം. തീർന്നില്ലല്ലോ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ വീണ്ടും ചുരുങ്ങുന്നു. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും. അല്പായുസ്, നെടുവീർപ്പ്, ഒറ്റ നെടുവീർപ്പ്. ഇവിടെ വായിക്കുന്നു അല്പായുസ്. വായിച്ചേ ആ വാക്യം ഒന്നുകൂടി. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആ വാക്യം കണ്ടോ? ഒരാവി. തമിഴിൽ ആവി എന്ന് പറഞ്ഞാൽ ആത്മാവെന്നാണ്. ആ ആത്മാവാ. ഒരാവി വന്നിടത്തേക്ക്
പോകുന്ന രാവി, അടപ്പത്ത് വെള്ളം തിളക്കുമ്പോൾ പൊങ്ങി വന്ന് അവൻ കാണാമറിയത്തും അറിയുന്ന വെറുമരാവി എവിടെ കിടക്കുന്നു? 930 വയസ്സിൽ നിന്നും മനുഷ്യൻ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഒരു നെടുവീർപ്പിലായി. ആ നെടുവീർപ്പിൽ നിന്നും അടുത്ത തലത്തിലേക്ക് വന്നു നിൽക്കുന്നു. കേവലം ഒരു ആവിയായി മാറി. സങ്കീർത്തനം 102:11 വായിച്ച ഭാഷേ, എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. നോക്കിക്ക, ഒരു നിഴല് പോലെ, ഒരു നെടുവീർപ്പ് പോലെ, ആവി പോലെ, ചാഞ്ഞു പോകുന്ന ഒരു നിഴല് പോലെ. സൂര്യൻ തലക്ക് മീതെ അവൻ കിഴക്കുതിച്ച് പടിഞ്ഞാറേക്ക് അസ്തമിക്കുമ്പോൾ ആ അസ്തമിക്കുന്ന സൂര്യന്റെ നിഴൽ മനുഷ്യന്റെ മേൽ വീഴുമ്പോൾ നിഴലുകൾക്ക് മാറ്റം വരുന്നത് പോലെ മനുഷ്യായുസ്സിൽ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. എത്ര മടിക്കുത്തിനകത്ത് കൂട്ടിപ്പിടിച്ച് കുലുക്കി പിടിച്ചാലും അത് താഴെ വീഴാതെ മുറിക്കെ പിടിച്ച് കീഴ്മേൽ ചാടിയാലും മനുഷ്യ, സഹോദര സഹോദരി, അറിയണം, നീ കേവലം നെടുവീർപ്പാണ്, കേവലം ഒരു ആവിയാണ്. തീർന്നില്ല. 39-ാം സങ്കീർത്തനം അതിന് 5-ാമത്തെ വാക്യം, ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. 4 വിരൽ നീളം. നോക്കിക്കേ, 930 വയസ്സിൽ നിന്നും വന്ന് നെടുവീർപ്പായി, ആവിയായി, അവൻ നിഴലായി. എന്നിട്ട് ഇപ്പൊ പറയുന്ന 4 വിരൽ നീളമായി കേട്ടോ. ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം, ഈ 4 വിരൽ ഇതാണ്, മറക്കരുത്. അത് ശൈശവത്തിലും ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യം കൊണ്ട് തീരുന്ന 4 കാര്യങ്ങൾ. അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നു പോകും 4 വിരൽ നീളം. ഇത് കണ്ടിട്ടാണ് കർത്താവിന്റെ വചനം വീണ്ടും അവൻ എടുത്തു പറയുന്ന വാക്യം ഇത് തന്നെയാണ്. നാം അറിയേണ്ട വാക്യം ഇതാണ്. അവൻ നിഴലാണ്, ആവിയാണ്, നെടുവീർപ്പാണ്, മാഞ്ഞു പോകുന്നതാണ്. ഉറുമ്പേ, ബലഹീന ജാതിയാന്ന്. 60 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്ക്. 60 വർഷത്തെ ആ ദിവസം ഒന്ന് കൂട്ടി നോക്ക്. നിസാര ദിവസങ്ങളെ എണ്ണിക്കൂട്ടാനുള്ളൂ. അതിന്റെ പകുതി കഴിഞ്ഞു, ബാക്കി പകുതിയേ ഉള്ളൂ തീരാൻ. എന്നാൽ ഒറ്റ ദൂത് പറയാം, ഉറുമ്പിനെ നോക്കി നീ ബുദ്ധി പഠിക്കണം. ബലഹീന ജാതിയ, പക്ഷെ വേനൽക്കാലത്ത് അത് ആഹാരം സമ്മതിക്കും. മടിയനോട് പറയുന്നു, മടിയാ നീ അതിനെ നോക്ക്. പണ്ടൊരിക്കലൊരു മനുഷ്യനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞത് കേൾക്കണോ? ബ്രദറെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെന്ന ബ്രദർ വിചാരിച്ചേ, അല്ല ഇപ്പൊ എനിക്ക് ജോലിയൊക്കെ സേഫാ, കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിലോട്ട് വന്നിരിക്കുക, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമ്പോ ബ്രദറിനെ ഞങ്ങൾ വിളിക്കാം, അന്നേരം പ്രാർത്ഥിക്കാൻ വന്നാ മതി എന്ന് പറഞ്ഞ് ഗെട്ടമിട്ടടിച്ച് വാതിലടച്ച് അവരകത്തോട്ട് പോയി. ഞങ്ങൾ കുറെ ദൈവദാസന്മാർ കൂടി സുവിശേഷ പ്രവർത്തനത്തിനകത്ത് ട്രാക്ട് കൊടുക്കാൻ പോയത്. കുറെ നാള് കഴിഞ്ഞപ്പോൾ എനിക്കൊരറിവ് കിട്ടി. ആ വീട്ടിലെ 2ാമത്തെ മകന്റെ വിവാഹത്തിന് വേണ്ടി കാര്യങ്ങൾ ഉറപ്പിച്ച്, കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് എല്ലാം തീർപ്പാക്കി ദുബായിലുള്ള മകനെ അവർ വിളിച്ചു വരുത്തി. ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴി കൊല്ലത്തിനടുത്ത് വെച്ച് ആക്സിഡന്റിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആ മകൻ മാത്രമല്ല, മകനെ കൂട്ടാൻ വേണ്ടി പോയ പിതാവും തന്റെ ജ്യേഷ്ഠ സഹോദരനും ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ആര് വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കും? ഏത് മനുഷ്യൻ വന്ന് ഞങ്ങളോട് ഒരു ആശ്വാസവാക്ക് പറയും? അവർ ഇടം വലം നോക്കി
ചുറ്റും തിരിഞ്ഞു. എവിടുന്നൊരു ആശ്വാസവാക്ക് ഞങ്ങൾക്ക് കിട്ടും? ആര് ഞങ്ങളെ ആശ്വസിപ്പിക്കും? ഇതല്ലേ സംഭവിക്കുന്നത്? എല്ലാം അനുകൂലമാകുമ്പോ നമ്മൾ പറയും ഇതൊന്നും എന്നെ തൊടത്തില്ല. പക്ഷെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ഒരു പ്രത്യേക ദിവസം നിന്റെ മുന്നിൽ വരും. അത് വരുന്നതിന് മുൻപ് നീ വേനൽക്കാലത്ത് സമ്പാദിക്കേണ്ട ആഹാരത്തിൽ സമ്പാദിക്കണം. ഒരു പക്ഷേ ഈ ദൂത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രസംഗിക്കാൻ കയറിയപ്പോ തൊട്ട് പറയുന്നത് സമ്പാദിക്കുക സമ്പാദിക്കുക. എന്ത് സമ്പാദിക്കുന്ന കാര്യമായി പറയുന്നത്? ഞാൻ പറയാം, കർത്താവായ യേശു ഒരു മനുഷ്യനെ വിളിച്ചൊരു വിളിയുണ്ട്. ഈ ലോകത്ത് സമ്പാദിച്ചവനെ വിളിച്ച വിളി, അവനെ വിളിച്ചത് മൂഢ എന്നാണ്. വിതച്ചു, കൊയ്തു, കളപ്പുരകൾ ഒന്നും രണ്ടുമൊക്കെ നിറച്ചു. താൻ തന്നോട് തന്നെ പറഞ്ഞു, ഇനി അടുത്ത പട്ടണത്തിൽ പോകുക, ബിസിനസ് ചെയ്യുക, സമ്പാദിക്കുക, ഊട്ടിവെക്കുക, എന്നിട്ട് തന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഞാനായിരുന്നെങ്കിൽ അവന്റെ തോളത്ത് തട്ടി അവനോട് പറഞ്ഞേനെ, മോനെ, ജീവിക്കാൻ പഠിച്ചവൻ നീയാണ്. ഞാൻ 10 പേരോട് പറയുന്നുണ്ട്, ഇവനെ നോക്കി പഠിക്ക് എന്ന് പറയും. യേശു അവന്റെ മുഖത്ത് നോക്കി ഒരു ഭാവമാറ്റമില്ലാതെ, മൂഢ. എന്നിട്ട് കർത്താവ് ചോദിച്ചൊരു ചോദ്യം കേൾക്കണോ? നിന്റെ ജീവനെ ഇന്ന് ദൈവം ചോദിച്ചാൽ എന്ത് പ്രയോജനം? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ സമ്പാദ്യം സമ്പാദിച്ചു വെക്കാനല്ല ഞാൻ ഇവിടെ ഇന്ന് വിളിച്ചു പറയുന്നത്. നിന്റെ ജീവന് വേണ്ടി സമ്പാദിക്കുക, നിന്റെ ആത്മാവിന് വേണ്ടി സമ്പാദിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. ആമേൻ. ആത്മാവിൽ സമ്പന്നനല്ലാത്തവരാരും സമ്പന്നനല്ല എന്നുള്ള വചനം നിങ്ങൾ ഓർക്കണം. ദൈവമൈതലേ, ആമേൻ. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായി, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആമേൻ. ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായത് സ്വർണ്ണ വ്യാപാരികൾ, രത്ന കച്ചവടക്കാർ താമസിക്കുന്ന ആ ഏരിയയിലാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവരുണ്ടാക്കിയ മണിസൗധങ്ങൾ ഭൂമിക്കടിയിൽ പോയി. അവിടെ ലോക്കറുകൾ ഭൂമിക്കടിയിൽ പോയി. കോടികൾ കയ്യിലുണ്ടായവരുടെ കോടികൾ അനക്കാൻ കഴിയാത്ത രീതിയിലായി. എന്തിനേറെ, മദ്രാസിലും ഉണ്ടായില്ലേ, തമിഴ്നാട്ടിലും ഉണ്ടായില്ലേ? കയ്യിലുള്ള പണം പോലും പുറത്തെടുത്ത് 1 കിലോ അരി പോലും വാങ്ങിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ മനുഷ്യൻ ബലഹീനനായി മാറിയില്ലേ? ഈ ദിവസം നീ തിരിച്ചറിയണം. ഉറുമ്പിനെ നോക്കണം, ബുദ്ധി പഠിക്കണം. ചെയ്യേണ്ടതെല്ലാം ഈ സമയത്ത് ചെയ്യണം. അതിനുവേണ്ടി ദൈവം നമുക്ക് കൃപ തരട്ടെ. ആമേൻ. 30-ാം സദൃശവാക്യം 30-ന്റെ 24 അടുത്ത വായിച്ചു. കുഴിമുയൽ ഒന്ന് വായിച്ച ഭാഷവാക്യം. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. കുഴിമുയലിന് എന്തില്ല? ശക്തിയില്ല. പക്ഷേ അത് എവിടെയാ പാർപ്പിടം ഉണ്ടാക്കുന്നത്? പാറയിൽ. അതാ വ്യത്യാസം. കമ്പ്യൂട്ടറും എന്തിന്? ആകാശ മേഘങ്ങളിൽ വാഹനമേറി പോകാൻ, അങ്ങ് ചന്ദ്രനിൽ വരെ കൂടുവെക്കാൻ കമ്പ്യൂട്ടർ യുഗത്തിലെ മനുഷ്യൻ കഴിഞ്ഞെങ്കിൽ, ആ മനുഷ്യൻ കൂടുണ്ടാക്കി വീടുണ്ടാക്കി പണിയുന്നത് ഈ നശിച്ചു പോകുന്ന നിലനിൽക്കാത്ത ഈ മണ്ണിലല്ലേ? ഒരു സുനാമി വന്നാൽ പോകുന്ന, ഒന്ന് ഭൂമി കുലുങ്ങിയാൽ പോകുന്ന ഇവിടെയല്ലേ മനുഷ്യന്റെ പാർപ്പിടം? കുഴിമുയൽ. എനിക്ക് ആ വാക്യമൊക്കെ ഇഷ്ടപ്പെട്ടു. കുഴിമുയൽ
പക്ഷെ ആ വാക്യം എന്തില്ല കുഴിമുയലിന്? കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും. നമ്മെ പോലെ ശക്തിയില്ലെന്ന്. എന്നെ പോലെയോ നിങ്ങളെ പോലെയോ മനുഷ്യനെ പോലെയോ കുഴിമുയലിന് ശക്തിയില്ല. പക്ഷേ കുഴിമുയലിന്റെ പ്രത്യേകത, അത് കൂട് കൂട്ടുന്നെങ്കിൽ, കൂട് വെക്കുന്നെങ്കിൽ എവിടെ വെക്കൂ? പാറയിലേ വെക്കൂ. ശലോമോന്റെ ജ്ഞാനം നോക്കണേ. ശലോമോൻ കണ്ടുപിടിച്ച ആ ജ്ഞാനമൊന്ന് ശ്രദ്ധിച്ചേ. അത് എവിടെയാ കൂട് വെച്ചത്? പാറയിലാ കൂട് വെച്ചത്. ദൈവമക്കളെ, നമ്മുടെ വീടും നമ്മുടെ അടിസ്ഥാനവും പാറയുടെ മേലായിരിക്കണം. ആരാണ് പാറയെന്നറിയണ്ടേ? ഒരു വേദവാക്യം വായിച്ച സന്തോഷമാ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് വായിക്കാമോ? ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത, എന്റെ ഈ വചനങ്ങളൊക്കെയും കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത, പാറയിൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നോക്കി യേശു പറയാണ്, വൻമഴ പെയ്തു, ആമൻ, വെള്ളം പൊങ്ങി, മണലിന്മേൽ പണിതതെല്ലാം തവിട് പൊടിയായി താഴെ വീണപ്പോൾ ആഴത്തിൽ കുഴിച്ച് ദൈവത്തിന്റെ വചനം പഠിച്ചു മനസ്സിലാക്കി അത് നിവർത്തിച്ച് ചെയ്ത മനുഷ്യൻ പാറയിൽ അടിസ്ഥാനമിട്ട് പണിത ക്രിസ്തു എന്ന പാറയുടെ മേൽ അടിസ്ഥാനമിട്ട് പണിതത് വൻമഴ പെയ്തിട്ടും വെള്ളം പൊങ്ങിയിട്ടും അത് അനങ്ങിയില്ല. ദൈവ പൈതലേ, മനുഷ്യ, നിന്റെ ജീവിതം പണിതുയർത്തേണ്ടത് ക്രിസ്തുവാകുന്ന പാറയുടെ മേൽ. ഞാന് ഒരു വേദവാക്യം വായിച്ച നല്ലതാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം എടുക്കാമോ? 18-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യം. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് മത്തായി 16:18. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആ പാറയിൽ വേണം നമ്മൾ പണി ആരംഭിക്കാൻ. ഈ പാറയെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനത്തിനകത്തുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലുണ്ട്. ആ പാറ 10:4 എനിക്ക് തോന്നുന്നു. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 10:4. ആ പാറ, ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. കണ്ടോ? ആ പാറ ക്രിസ്തുവായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആ പാറ ക്രിസ്തുവാണ്. കുഴിമുയൽ ബലഹീന ജാതി, പക്ഷെ എവിടെയാ കൂട് വെക്കുന്നേ? പാറയുടെ മേൽ. ദൈവമക്കളെ, കൊട്ടാനും പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ പണ്ട് കുറെ നാൾ മുമ്പ് എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് എനിക്ക് വളരെ രസം തോന്നി. ഈ പാടാനും കൊട്ടാനും ഒക്കെ കൈയടിക്കാനും ഒക്കെ നടക്കുന്നതേ ഈ താണ ജാതിക്കാരാ. എനിക്ക് സന്തോഷം തോന്നി. പഠിപ്പില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, നിറവില്ലാത്ത, കഴിവില്ലാത്ത കുറെ പേരാ ഈ തുള്ളാനും ചാടാനും ഒക്കെ നടക്കുന്നേ. സഹോദര, സമ്മതിച്ചു. കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ദേശത്തും നാട്ടുകാരുടെ നടുവിൽ മേൽക്കോഴ്മയില്ലാത്ത, ഒരു വട്ടം ബലഹീനരായ കുഴിമുയലിന് സമമായ ഒരു വട്ടം ആളുകളാ ഈ ദൈവത്തെ സേവിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ കൂടെ എവിടെയാണെന്നറിയാമോ? ഞങ്ങളുടെ അടിസ്ഥാനം എവിടെയാണെന്നറിയാമോ? പാറയാകുന്ന ക്രിസ്തുവിന്മേലാണ് ഞങ്ങളുടെ അടിസ്ഥാനം. ശരി, ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾ മണ്ടന്മാരാ, ഞങ്ങൾ പൊട്ടന്മാരാ. എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്തം സഹോദരന്മാർ, എടാ നിങ്ങൾ മണ്ടന്മാരാ ഈ തുള്ളാനും കെട്ടാനും ഒക്കെ പോകുന്നത്. ശരി, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ കൂടെ എവിടെയാണെന്നറിയാമോ? ഞങ്ങളുടെ അടിസ്ഥാനം എവിടെയാണെന്നറിയാമോ? കുഴിമുയലിനെ പോലെ ഞങ്ങളുടെ അടിസ്ഥാനം പാറയാകുന്ന ക്രിസ്തുവിന്റെ മേലാണ്. ഞങ്ങൾ കുലുങ്ങില്ല. ഇത് സ്റ്റേജിൽ നിന്ന് പറയുന്ന
തകർപ്പം പ്രസംഗത്തിന്റെ വാക്ചാതുര്യമല്ല. എന്ത് വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങളെ കുലിക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങളുടെ ഉറപ്പ് ക്രിസ്തുവാകുന്ന പാറയുടെ മേലാണ്. ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു സഹോദരിയുണ്ട്, അന്നമ്മ മാമൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 വയസ്സിൽ കർത്താവിനെ സ്വീകരിച്ച നിമിത്തം തിരുവിതാംകൂറിൽ നിന്നും ആടിച്ചിറക്കി സഹോദരങ്ങൾ രാത്രിക്ക് രാത്രി ഇട്ടിരുന്ന പാവാടയും ബ്ലൗസും ഇട്ട് വേദപുസ്തകം ചങ്കിനോട് ചേർത്ത് പിടിച്ച് അർദ്ധരാത്രി വീട്ടിൽ നിന്നിറങ്ങി മുഖത്ത് നോക്കി സ്നേഹിച്ച ആങ്ങളമാരും അപ്പനും അമ്മയും പറഞ്ഞു, ഇറങ്ങിപ്പോ. വേദപുസ്തകം എടുത്ത് ഹീനജാതികളുടെ കൂടെ കൊട്ടാനും പാടാനും പോയ നിനക്ക് ഞങ്ങളോട് സംബന്ധമില്ല, ഞങ്ങൾ നിനക്ക് ഒന്നും തരില്ല, ഇറങ്ങിപ്പോ. അടിച്ചിറക്കി വിട്ടു. പോകുന്ന പോക്കിൽ ഒരു പാട്ടും പാടിക്കൊണ്ടുപോയി. ലോകമാം ഗംഭീര വാരുതിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ, വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, ഞാൻ യാത്ര ചെയ്യും, ക്രൂശ നോക്കി എന്നുള്ള പാട്ട് താൻ പാടി തീർത്ത പാട്ടാ. മറക്കല്ലേ കേട്ടോ. ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരുടെയും അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചുകൊണ്ട് പറയുന്നു, കുഞ്ഞേ, നിന്റെ അടിസ്ഥാന പാറയിട. ഇന്നലെ എന്നെ ഒരു സഹോദരൻ ചെങ്ങന്നൂരിന്ന് രാജൻ എന്ന് പറഞ്ഞ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. അടുത്ത വാക്യം, പാസ്റ്റർ ജോലിക്ക് പോയിട്ട് 4 മാസം കഴിഞ്ഞു, 1 രൂപ ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ല, പക്ഷേ ഞാൻ ജോലി എടുത്ത കാലത്തേക്കാൾ സമ്പന്നമായി ദൈവം എന്നെ നടത്തി. അടുത്ത വാക്ക്, ഇതൊന്നും നമ്മളെ കുലിക്കില്ല. ഞാൻ പറഞ്ഞ അതെ, നമ്മളെ കുലിക്കില്ല. ഒരുപാട് 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 എനിക്ക് പറയാനുണ്ട്. ഒരു വാക്യം കൂടി വായിച്ചാൽ കൊള്ളാം. 105-ാം സങ്കീർത്തനം 41-ാമത്തെ വാക്യം. അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു, അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി. നോക്കണേ, മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം അടിക്കപ്പെട്ട പാറയുടെ മേലാണ് കിട്ടിയത്. ശ്രദ്ധിക്ക്, എല്ലാ ദിവസവും മോശ പാറേനെ അടിച്ചില്ല കേട്ടോ. എല്ലാ ദിവസവും വന്നിട്ട് മോശ ഓരോ ദിവസത്തേക്ക് വേണ്ട വെള്ളം ഓരോ ദിവസം പാറയിൽ അടിച്ചടിച്ചടിച്ചല്ല പോയത്. ഒറ്റ പ്രാവശ്യം ദാഹം തീർക്കാൻ മോശയുടെ കാലിരുന്ന് പാടിക്കൊണ്ട് ഒറ്റ തവണ അടിച്ചു. 40 വർഷം മരുഭൂമിയിൽ ആ പിളർക്കപ്പെട്ട പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. നിനക്കും എനിക്കും ഒരു പാറയുണ്ട്. മരുഭൂമിയിൽ ദാഹം തീർക്കാൻ, വിശപ്പിൽ ആഹാരം നൽകി തരാൻ ആ പാറയുടെ പിളർപ്പിൽ എനിക്കും നിനക്കും വേണ്ട കരുതലുകളുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ദൈവമക്കളെ, ആ ഭാഗം പറഞ്ഞ് വേഗത്തിൽ നമുക്ക് വരാം. സങ്കീർത്തനം 40-ാമത്തെ വാക്യം. യഹോവ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അടിസ്ഥാനം ഇടേണ്ടത് കുഴിമുയലിനെ പോലെ പാറയുടെ മേലാണ് നിങ്ങളുടെ ഭവനം പണിയേണ്ടത്. ഈ ലോകമാകുന്ന നശ്വരമാകുന്ന ഈ ലോകത്ത് നിങ്ങളുടെ ഭവനം പണിയരുത്. പക്ഷെ എന്റെ ഓർമ്മ ചെയ്യാൻ ഒരു വാക്യം എന്റെ ഉള്ളത്തിൽ വരുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 5:1 എന്ന് എനിക്കറിയില്ല. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്നൊരു വാക്യമുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം
ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കണ്ടോ, നമ്മുടെ പണി പാറയുടെ മേൽ പണിതാൽ, പാറയുടെ മേൽ പണി ആരംഭിച്ചാൽ, ഈ ഭൗമകൂടാരം മുഴുവൻ അഴിഞ്ഞു പോയാലും പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ദൈവ പൈതലേ, നീ ഭയപ്പെടില്ല. ഒരിക്കല് മഹാസാഗരത്തിലൂടെ, ഒരു വൻകടലിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ വളരെ വേഗത്തിൽ പോകുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റടിച്ച് ആ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ആ കപ്പലിനകത്തുള്ള സകലമായ ആളുകളും മരണഭയത്താൽ അലമുറയിട്ട് കരയുമ്പോ ആ കപ്പലിന്റെ തട്ടിലൂടെ ഒരു കൊച്ചു പയ്യൻ കയ്യിലൊരു പന്തിട്ട് തട്ടി കളിച്ചുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പോകുന്നു. ഇത് കണ്ട് അവിടെ ഈ പ്രാണന് വേണ്ടി ഭയന്നു വിളിക്കുന്നവരുടെ എല്ലാവരും ചോദിച്ചു, കുഞ്ഞെ നിനക്ക് ഭയമില്ലേ? ഈ കപ്പല് തകരാൻ പോകുക, കാറ്റടിച്ചുലയുന്നത് കണ്ടില്ലേ? ഈ കപ്പൽ ഇപ്പൊ തകരും, നീ എന്താ ഈ തകരുന്ന കപ്പലിൽ പന്ത് കളിക്കുന്നേ? ആ കൊച്ച് ചിരിച്ചോണ്ട് പറഞ്ഞു, സാർ എനിക്ക് പേടിയില്ല, കാരണം ഈ കപ്പലിന്റെ കപ്പിത്താൻ എന്റെ ഡാഡിയാണ്, എന്റെ പപ്പയാണ്. ഈ കപ്പൽ ഓടിക്കുന്നത്, പപ്പ കപ്പൽ ഓടിക്കുന്നത് 1 or 2 ദിവസമല്ല. എനിക്കിപ്പോൾ 9 വയസ്സുണ്ട്. ഞാൻ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹാസാഗരത്തിലൂടെ കപ്പൽ ഓടിച്ചവനായ എൻ്റെ പപ്പ. എൻ്റെ പപ്പയ്ക്ക് കാറ്റും കടലും കോളുമൊന്നും പ്രശ്നമല്ല. പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? നാം അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഒരു കാറ്റടിച്ചാൽ ഉലയുന്ന അടിസ്ഥാനമല്ല ദൈവ പൈതലേ. കാറ്റും കടലും വാക്കിനാൽ അവൻ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച നിർത്തിയ ഒരു അരുമനാഥനായ കർത്താവെന്ന പാറയുടെ മേലാണ് നിന്റെ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. കുലുങ്ങത്തില്ല, കുലുങ്ങാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. മാന്യ സഹോദരങ്ങളെ, നിന്റെ അടിസ്ഥാനം കുഴിമുയലിനെ പോലെ പാറയുടെ മേലിടണം. വായിക്കാം നമുക്ക്. ആമേൻ. ഒറ്റ വാക്യം കൂടി വേഗം വായിക്കാം കേട്ടോ. 27 മത്തായി 27 24 വാക്യം ഒന്ന് വായിച്ചു തരണം. ആരവാരം അധികമില്ലാതാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി. ഞാന് ഒന്ന് മാറി ഒരു വാക്യം ചിന്തിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ പാറയാകുന്ന ക്രിസ്തുവിന്റെ മേൽ നീ അടിസ്ഥാനമിടണം. ഈ പാറ ആരാന്നറിയാമോ? എനിക്കും നിനക്കും വേണ്ടി തകർക്കപ്പെട്ട പാറയാണ് കേട്ടോ. ഗദസമന മുതൽ അവൻ ഗബത വരെ, ഗബത മുതൽ ഗൊൽഗോഥ വരെ, ഗദസമനയിൽ നിന്നും ഗബത, ഗബതയിൽ നിന്നും ഗൊൽഗോഥ. ആമേൻ, ആമേൻ. ഇവിടം മുതൽ തകർക്കപ്പെട്ട ഒരു പാറയെ നിങ്ങൾക്കറിയാമോ? മനുഷ്യരെല്ലാം ഇളകി ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക. ഈ പാറ ഗദസമന തോട്ടത്തിൽ തകർന്നു. 1 കുറയെ 39 പ്രാവശ്യം അടിച്ച് ആ പാറയെ അവർ തകർത്തു. കോലുകൊണ്ടടിച്ചവർ തകർത്തു. ഇതും പോരാഞ്ഞിട്ട് ആമൻ 2 കൈകളിലും കാലുകളിലും ആണിയടിച്ച് പച്ച പൈമര കുരിശിൽ ആമൻ 2 കള്ളന്മാരുടെ നടുവിൽ തകർക്കാവുന്ന അത്രയും ഈ പാറയെ അവർ തകർത്തു. ഇന്ന് നോക്കണം കേട്ടോ, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു തകർന്നതുപോലെ ഉലകത്തിൽ ഒരു മനുഷ്യനും തകർന്നിട്ടില്ല. അവസാനമായി അവന്റെ വിലാപ്പുറം അവർ തകർത്തു. പീലാത്തോസിന് അവരെ രക്ഷിക്കണമെന്ന് അല്പമാഗ്രഹം അകത്തുണ്ടായി, പക്ഷെ നടന്നില്ല. ജനം ആരാവാരവത്തോടെ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോയി ക്രൂശിക്കുക, അവനെ കൊണ്ടുപോയി ക്രൂശിക്കുക. എന്നാൽ ഇന്ന് പറയാം, അടിക്കപ്പെട്ട സകല മുറിവിനകത്തുനിന്നും ഒഴുകിയ രക്തത്താൽ എനിക്ക് സൗഖ്യം കിട്ടി. അവൻ ക്രൂശിൽ അവൻ ധരിച്ചത് കൊണ്ട്, മുൾക്കിരീടം ധരിച്ചത് കൊണ്ട് എന്റെ സകല ബന്ധനങ്ങളെ
സകലത്തെയും എന്റെ കർത്താവ് തകർത്ത് പൊട്ടിച്ചു മാറ്റി. ജീസസ്. ദൈവമക്കളെ, നിറകണ്ണോടെ ഇന്ന് ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി തകർന്ന ഈ പാറയുടെ മേലിടണം കേട്ടോ. ഈ ലോകത്ത് നിനക്ക് വേണ്ടി ഇതുപോലെ ആരും തകർന്നിട്ടില്ല. ഈ ലോകത്ത് നിനക്ക് വേണ്ടി നിന്റെ സ്വന്തം അപ്പനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങൾ പോലും ഇതുപോലെ നിനക്ക് വേണ്ടി തകർന്നിട്ടില്ല. നിനക്ക് വേണ്ടി തകർന്ന ഒരുവനുണ്ട്, അത് യേശുവാണ്. ആ തകർന്ന ആ പാറയുടെ മേൽ നിന്റെ അടിസ്ഥാനം ഇടണം. ഈ ഭാഗം പ്രസംഗിക്കുമ്പോ ഒരു ദൂത് എന്റെ ഉള്ളത്തിൽ വരുന്ന ഞാൻ പറയാം. പഴയ നിയമത്തിൽ ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യനുണ്ട്, അത് ഇയ്യോബാണ്. യേശുവിന്റെ കഷ്ടതയും ഇയ്യോബിന് അനുഭവിച്ച കഷ്ടതയും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചാൽ ഇയ്യോബിന്റെ കഷ്ടതയേക്കാൾ എത്രയോ വലിയ കഷ്ടതയാണ് നമ്മുടെ അരുമനാഥൻ അനുഭവിച്ചത്. ഈ പുൽപ്പിറ്റി നിൽക്കുമ്പോ എന്നോട് കർത്താവ് പറയുന്നൊരു കാര്യം ഞാൻ പറയാം. ഇയ്യോബിന്റെ 10 മക്കളും ശവമായി നിരത്തി വെച്ചു. ആടും ഒട്ടകവും പശുവും എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയാമോ? ഭാര്യ. കഠിന വേദനയിലും തകരാവുന്ന അത്രയും ഇയ്യോബ് തകർന്നിട്ടും, ശരീരം മുഴുവൻ തകർന്നിട്ടും, മാനസികമായി തകർന്നിട്ടും, സകലതും നഷ്ടപ്പെട്ടിട്ടും തകരാതെ ദൈവം മാറ്റി നിർത്തിയ ഒന്നുണ്ട്, അത് ഇയ്യോബിന്റെ ഭാര്യ. ഗൊൽഗോഥ മലയിൽ സകലത്തിലും അടിച്ചും ഇടിച്ചും തൊഴിച്ചും വലിച്ചു കീറിയിട്ടും കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവനെ വിരൂപമാക്കി വലിച്ചു കീറിയിട്ടും തകരാതിരുന്ന ഒന്നുണ്ട്. എന്തെന്നറിയണ്ടേ? അവന്റെ മണവാട്ടിയായ സഭ. അത് തകർന്നില്ല. അതിനകത്തൊന്ന് പുറത്തു വന്നത് ഇയ്യോബിന്റെ ഭാര്യ ജീവനോടെ നിന്നതുപോലെ ക്രിസ്തുവാകുന്ന ഇയ്യോബിൽ നിന്ന് അവൻ മണവാട്ടിയാകുന്ന സഭയെ ദൈവം മാറ്റി നിർത്തി. ആ സഭയിൽ നിന്നാണ് ഇയ്യോബിന് പിന്നെ പുത്രന്മാരുണ്ടായത്. ഇയ്യോബിന് പിന്നീട് മക്കൾ ഉണ്ടായത് ജീവനോടെ നിന്ന ആ ഭാര്യയിൽ നിന്നാണ്. ഗൊൽഗോഥ മലയിൽ എല്ലാം തകർന്നു കിടക്കുമ്പോഴും ഒന്ന് തകർന്നില്ല. അത് തന്റെ തിരുസഭ, തന്റെ മണവാട്ടി സഭ. ആ സഭയിൽ നിന്ന് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ കർത്താവിന് വേണ്ടി പുറത്തു കൊണ്ടുവന്നു. ആ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നിന്റെ അടിസ്ഥാനം പാറയുടെ മേലിടണം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഓരോ വർഷം പുതിയ പുതിയ പേരിൽ ഓരോ രോഗങ്ങൾ വരുന്നു. ഈ പ്രാവശ്യം വന്ന കോവിഡാണ്. അതിന് തൊട്ടു മുമ്പ് നിപ്പയായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഓഗിയായിരുന്നു. അടുത്തത് വേറെ വരുന്നു. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. തന്റെ ഭാഷ കടമെടുത്ത് ഞാൻ പറയാം, ഒന്നിനു പുറകെ. ഞാന് മറ്റൊരു വാർത്ത 24 ചാനലിൽ വായിച്ചു. കാറ്റുകൾക്കും വൈറസുകൾക്കൊക്കെ പേരിടാൻ ഓരോ രാജ്യങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന അനുവാദം കൊടുത്തേക്കുക. വരാൻ പോകുന്ന വൈറസുകൾക്ക് പേരിടാൻ, അടിക്കാൻ പോകുന്ന ചുഴലിക്കാറ്റിന് പേരിടാൻ ഓരോ രാജ്യങ്ങൾക്ക്. ഈ കഴിഞ്ഞ ദിവസം അടിച്ചാൻ ഇന്തോനേഷ്യക്കാരാണ് പേരിട്ടത്. അടുത്തത് ഇന്ത്യക്കാർ, ബംഗ്ലാദേശിന്,
അടിക്കാൻ നോക്കിയിരിക്കുക പേരിടാൻ, വൈറസ് വരാൻ നോക്കിയിരിക്കുക രാജ്യങ്ങൾ പേരിടാൻ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നിന്റെ പാർപ്പിടം പാറമേലാകട്ടെ. അടുത്ത വായിക്കാം. 39:30-24 താഴ്ത്തുണ്ട്. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉറുമ്പ ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. അടുത്തത് വെട്ടുക്കിളിക്ക് രാജാവില്ല. മൂന്നാമത്തെ ബലഹീനമായ ജാതിയാണ് വെട്ടുക്കിളി. പക്ഷെ അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. താഴ്ത്തോട്ട് വായിച്ചേ. വെട്ടുക്കിളിക്ക് രാജാവില്ല. അതിന് എന്തില്ല? രാജാവില്ല. ഞങ്ങളുടെ രാജ്യം ഐഹികമല്ല. ഇവിടെ ഒരു രാജാവ് വെട്ടുക്കിളിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലാവ് വിളിക്കാതെ, അതുകൊണ്ട് ഞങ്ങളെ തല്ലിയാൽ, ഞങ്ങളെ കൊന്നാൽ, ഞങ്ങളെ കൊടിയെടുക്കാത്ത ഞങ്ങൾക്ക് ഇവിടെ ഒരു രാജാവില്ല. ഞങ്ങളുടെ രാജ്യം ഇതല്ല. ഞാൻ ചോദിച്ചോട്ടെ സഹോദര, ഈ കഴിഞ്ഞ ദിവസം വെട്ടുക്കിളി വന്നല്ലോ. ആർക്കെങ്കിലും തന്റെ ഇടമുണ്ടോ? ഈ വെട്ടുക്കിളി എവിടെന്നാ വന്നെന്ന് പറയാം. വന്നെന്നെല്ലാരും പറയും. തന്റെ ഇടമുണ്ട് പറ. എവിടെന്ന് വന്നു? അതിന്റെ ഉത്ഭവം എവിടെ? കയ്യും കാലുമൊക്കെ കെട്ടി പീലാത്തോസിനെ കൽത്തളത്തിൽ കൊണ്ടുവന്നിട്ട് പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് പറ, ഞാൻ നിന്നെ വിടാം. ഉടനെ യേശു പറഞ്ഞു, എന്റെ ഭാഷയാണ്, വേദപുസ്തകത്തില്ല, എന്റെ ലാഘവ ഭാഷത്തോടെ പറയാം. എന്റെ പൊന്നു മോനെ പീലാത്തോസേ, നീ നിന്റെ പണി നോക്ക്. മേലെ എന്ന് കിട്ടിയിട്ടല്ലാതെ എന്റെ മേൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് ഇവിടെ നിന്ന് വന്നതല്ല, അത് അവിടെ നിന്ന് വന്നതാണ്. വെട്ടുക്കിളിക്ക് നേതാവില്ല, രാജാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇങ്ങനെ അതിനോട് ഉപമിക്കും, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വെട്ടുക്കിളിക്ക് സമമാണ്. ഇവിടെ ഒരു രാജാവില്ല, ഇവിടെ ഒരു നേതാവില്ല. പക്ഷേ കൂട്ടമായിട്ട് വരും, കൂട്ടമായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ കൂട്ടമായിട്ട് വരികയും കൂട്ടമായിട്ട് പോകാനുള്ള ഒരു വെട്ടുക്കിളിയെ പോലെ നിന്റെ രാജാവ് സ്വർഗത്തിലെ ദൈവമാണ്. നമുക്കൊരു രാജാവുണ്ട്, രാജാക്കന്മാരുടെ രാജാവ്. ഞാന് എന്നോ ഒരു ദിവസം പ്രസംഗിച്ചപ്പോ ഇവിടെ പ്രസംഗിച്ച ഒരു ഭാഗം ഞാൻ ഓർക്കുന്നു. ഇവിടെ ആരും രാജാവായിട്ട് ജനിക്കുന്നില്ല. ഇവിടെ ജനിക്കുന്നവരെല്ലാം രാജാവിന്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. രാജാവിന്റെ മകനായി ജനിച്ചു. അവൻ വളർന്നു മെച്ചൂറാകുമ്പോൾ, രാജാവിന്റെ ഭരണം കഴിയുമ്പോൾ രാജകുമാരൻ രാജഭരണം ആരംഭിക്കും. അവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കും. ഉലകത്തിൽ രാജാവായി ജനിച്ചവൻ ഒരുവനേ ഉള്ളൂ. കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ വന്നിട്ട് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവിന്റെ മകനായി പിറന്നവൻ എവിടെ എന്നല്ല ചോദ്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ ജനിച്ചതേ രാജാവായിട്ട്, അവൻ ജീവിച്ചതേ രാജാവായിട്ട്, അവൻ പോയതും രാജാവായിട്ട്, ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ രാജാവാണ്. അതുകൊണ്ടല്ലേ ഒരു കള്ളൻ പറയുന്നു, യേശുവേ അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണേ. പടയാളി കണ്ടത്, ശതാധിപൻ കണ്ടത് തകർന്ന യേശുവിനെ. ക്രൂശിക്കുന്ന കള്ളൻ കണ്ടത് രാജത്വമുള്ള യേശുവിനെ. ഇവൻ രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. വെട്ടുക്കിളി, പക്ഷെ അതിന് നേതാവില്ല, രാജാവില്ല. അത് വരുന്നത് ഒരുപോലെയാണ്, അത് സഞ്ചരിക്കുന്ന ഒരേ ആത്മാവിലാണ്. ഇത് രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്റെ തെളിവാണ്. അടുത്ത വാക്യം, അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, എങ്കിലും
അത് രാജാക്കന്മാരുടെ ആ. അരമനകളിൽ പാർക്കുന്നു. ആ പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, അടിച്ച് താഴെയിടാം, കൊല്ലാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ അവൻ എവിടെയാ പാർക്കുന്നേ? രാജാക്കന്മാരുടെ അരമനയിലാ പാർക്കുന്നേ. ശലോമോന്റെ ജ്ഞാനം നോക്കിക്കേ, ശലോമോന്റെ ശ്രദ്ധ നോക്കിക്കേ. പല്ലി ബലഹീന ജാതിയാ, പക്ഷെ അവൻ പാർക്കുന്നത് അരമനക്കകത്താണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അറിയണം കേട്ടോ, കാര്യം ഇവിടെയാണ് ജീവിക്കുന്നത്. ഇവിടത്തെ സാഹചര്യം കൊണ്ട് പൊരുത്തപ്പെട്ടാ നീ മുന്നോട്ട് പോകുന്നതെങ്കിലും നിന്റെ വാസം ഒരരമനക്കകത്താണ്, ഒരു കൊട്ടാര സമുദ്രത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:1 14 യോഹന്നാൻ 14. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അവൻ ഈ പ്രതിസന്ധിയിൽ ഒന്നും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആ എന്റെ പിതാവിന്റെ ഭവനത്തിൽ ആ അനേകം വാസസ്ഥലങ്ങളുണ്ട്, വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത വാക്യം വായിച്ച് നിർത്താം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നാണ്, പക്ഷെ അതിന്റെ യഥാർത്ഥ വാക്യം ഞാൻ നിങ്ങൾക്ക് പാലസ് ഉണ്ടാക്കാൻ പോകുന്നു. ഇവിടത്തെ വാസം വെച്ച് നോക്കുമ്പോൾ പ്രതിസന്ധിയും പ്രതികൂലവും ആമയൊക്കെ ആണെങ്കിലും നീ ഓർക്കണം കേട്ടോ, നീ കൊട്ടാരത്തിൽ വസിക്കേണ്ടവൻ, നീ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടവൻ. യേശു പറഞ്ഞു ഞാൻ നിനക്ക് ഒരു കുടിലുണ്ടാക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞു, ഞാൻ നിനക്ക് കൊട്ടാരം പണിയാൻ. അങ്ങനെയാണെങ്കിൽ പല്ലി ബലഹീന ജാതിയ, പക്ഷെ അരമനയിലാണ് വസിക്കുന്നത്. കൊട്ടാര സമുച്ചയത്തിനകത്താണ് അതിന്റെ പാർപ്പ്. എന്റെ വാക്കുകൾ ഞാനിവിടെ കുറിച്ച് നിർത്തിയാണ്. 1 കുഴിമുയൽ, 2 ഉറുമ്പ്, വെട്ടുക്കിളി, പല്ലി. ഈ 3 ബലഹീന ജാതികളിലൂടെ മനുഷ്യനുമായി തുലനം ചെയ്ത് ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ഹേ മനുഷ്യ, നീയും ബലഹീനനാണ്, നിന്റെ ആയുസ്സും വളരെ തുലമയുള്ളൂ. ആയതുകൊണ്ട് ദൈവം നിനക്ക് തന്ന ഈ ആയുസ്സിൽ സൃഷ്ടാവിനെ ഓർത്ത് ഈ ദൈവത്തെ മുറുകെ പിടിച്ച് കർത്താവിന്റെ അന്ത്യകാഹളനാദം കേൾക്കുന്നത് വരെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സമയം കർത്താവ് സംഭിച്ചു മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഓർക്കുക, ഈ പ്രാർത്ഥനയുടെ നിമിഷം ഇരു കരങ്ങളും നെഞ്ചിനോട് ചേർത്ത് വെച്ച് പറയണം, കർത്താവേ, ഞാനും ഒരു ബലഹീനനാണ്, എൻ്റെ ജീവിതം അങ്ങയിൽ അടിസ്ഥാനമിട്ട് പണിയാൻ എന്നെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകളെ ദൈവസനിൽ അടച്ചാട്ടെ. കേൾപ്പിച്ച തിരുവചനത്തിന് മുമ്പിലേക്ക് നമ്മെ തന്നെ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ബലഹീന ജാതിയെങ്കിലും ബലവാനായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും വീണ്ടും ദൈവം നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആയിരിക്കുന്നിടത്ത ദിവസങ്ങളിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ ബലവും അങ്ങയുടെ ശക്തിയും ഞങ്ങളുടെ മേൽ പകർന്ന ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ആവശ്യമായ ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരണമെന്ന ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അപ്പൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കി പ്രാർത്ഥിക്കുന്നു. ഈ പകൽ കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ കേൾപ്പിച്ച ഞങ്ങളുടെ വലിയ കൃപയ്ക്കും കരുതലുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവേ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ബലം അങ്ങാണ്. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ
കർത്താവേ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ അങ്ങ് ഏതു സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങളുടെ അഭിഷേകത്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ട കർത്താവ് വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ഇന്ന് പകൽ ഈ വചനം കേട്ട് ആരെങ്കിലും കർത്താവേ ബലമില്ലാതെ ക്ഷീണത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേലെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ബലം കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവരെയും കർത്താവ് ബലത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ നിൽപ്പാൻ ആവശ്യമായ ദൈവത്തിൻ്റെ അത്യന്തമ കൃപ ഓരോ നിമിഷം നിന്റെ ജനത്തിൻ്റെ മേൽ സ്വർഗം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ എല്ലാവരും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ അഭിഷേകത്തിനെ വീണ്ടും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ദൈവകൃപ കൊണ്ട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അനുകൂലമാക്കി തരുന്നതിന് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വം തിരുമേനി എടുക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശിസ് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും കേൾപ്പിച്ച ദൈവവചനത്തിന്മേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ നമ്മളായിരിക്കുന്നിടത്തായിരിക്കാം. പ്രാർത്ഥനയിൽ വീണ്ടും ബലപ്പെടാം, ധൈര്യത്തോടെ ആയിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.